കോഴിക്കോട് NGO ക്വാർട്ടേഴ്സ് റേഷൻ കടയിൽ വിതരണത്തിനെത്തിച്ചത് പുഴുവരിച്ച അരി. 18 ചാക്ക് അരിയാണ് പുഴു നിറഞ്ഞ നിലയിലുള്ളത്. മിഥില ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. NGO ക്വാർട്ടേഴ്സിന് സമീപത്തെ റേഷൻ കടയിൽ വിതരണത്തിനെത്തിച്ച പച്ചരിയാണ് പുഴുവരിച്ച നിലയിൽ കാണുന്നത്. 18 ചാക്കോളം അരി ഇത്തരത്തിൽ പുഴുവരിച്ച നിലയിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. ഇത്തരത്തിൽ പച്ചരി പുഴുവരിച്ച നിലയിലുള്ളത് 18 ചാക്കോളമുണ്ട്. കഴിഞ്ഞ മാസം അവസാനമാണ് ഇത്തരത്തിൽ ചാക്ക് ഇവിടെ വിതരണത്തിനായി എത്തിച്ചത്. ഇന്ന് രാവിലെ സമീപത്തുള്ള ഒരാൾ പച്ചരി വാങ്ങാൻ എത്തിയപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ 24-നൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾ വാങ്ങിയ ചാക്കരിയിൽ പുഴുവിനെ കണ്ടതാണോ? പച്ചരിയിൽ അരി കുറവാണ്, പുഴുവിൻ്റെ കൂടുമാണ് കൂടുതൽ. 3 കിലോ അരി വാങ്ങിച്ചു. അത് ഒരു കാരണവശാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വിളിച്ച് പരാതി പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു നമുക്കത് അന്വേഷിക്കാം, അതിനുള്ള നടപടി എടുക്കാം. ഒരു നടപടി ഉണ്ടാവില്ലെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഇത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണല്ലോ ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു TV-യിലുള്ളൊരു പ്രോഗ്രാം ഇതെല്ലാം കഴിഞ്ഞ് ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെതിരെ ആർക്കും നടപടി എടുക്കാൻ പറ്റുക? ആർക്കെതിരെ നടപടി എടുക്കും? ഇതിങ്ങനെ തന്നെ പോകുള്ളൂ. റേഷൻ കട നടത്തിപ്പുകാരൻ ഇപ്പോൾ ചേരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയിൽ ഇത് എപ്പോഴാണ് പെട്ടത്? ഇതിന്ന് രാവിലെ ഫ്രാൻസിസ് ചേട്ടന് വേണ്ടിയിട്ട് ഇത് ചാക്ക് പൊട്ടിച്ചപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് നമ്മൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്, അരി മാറ്റിത്തരാം. നമുക്ക് മുൻകൂട്ടിയുള്ള ഉത്തരവാണ് മോശമായ അരി ഒരാൾക്കും കൊടുക്കരുതെന്നുള്ള ഉത്തരവ് മുൻകൂട്ടിയുള്ളതാണ്. ഒരു കസ്റ്റമറിന് മോശമായ അരി ഉണ്ട്, മോശമായ അരി തിരിച്ച് അയക്കണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറ്. എപ്പോൾ എത്തിച്ച അരി ചാക്കുകളാണിത്? ഇത് ഒരാഴ്ച മുമ്പ് എത്തിച്ചാണ്. വേറെ ചാക്കുണ്ടായിരുന്നു, അതിൻ്റെ 2 ആഴ്ച മുമ്പ് വന്ന ചാക്കുണ്ടായിരുന്നു, അത് പൊട്ടിച്ചത്. ഇത് പൊട്ടിക്കാൻ തുടങ്ങിയവരാണ് ഇത് കണ്ടത്. പിന്നെ ആർക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപ് ആരെങ്കിലും പരാതിയായിട്ട്? ഇല്ല, ഫസ്റ്റിലത്തെ പരാതിയാണിത്. മുമ്പൊന്നും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് പിന്നെ ഈ അരി എടുത്തിട്ട് പകരം നല്ല അരി തരുമെന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 18 ചാക്കോളം അരി പച്ചരി ഇത്തരത്തിൽ പുഴുവരിച്ച നിലയിലാണുള്ളത്. അത് ഇവിടെ നിന്നും റീപ്ലേസ് ചെയ്യും എന്നാണ് ഇപ്പോൾ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന അരി പുഴുവരിച്ചത് എന്നത് വളരെ ദുഃഖകരമുള്ള കാര്യം തന്നെയാണ്. നടപടി ഇതാരാണ് ഇത്തരത്തിൽ പുഴുവരിച്ച അരി നൽകിയത് എന്നത് കണ്ടെത്തി കൃത്യമായി തന്നെ നടപടി വേണം എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടിരിക്കുന്ന ആൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.